ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു ഭീകരനോ? യോഗിയെ അത്തരത്തിലൊരു ഭീകരൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയായ ശ്രീജ നെയ്യാറ്റിൻകര. UAPA കേസുകളിൽ യോഗി ആദിത്യനാഥ് ഉൾപ്പെട്ടിട്ടില്ല എന്നിരിക്കെയാണ് രാഷ്ട്രീയ മതവൈരം മുൻനിർത്തി ഭീകരക്കേസിൽ പ്രതി ചേർത്ത സിദ്ദിഖ് കാപ്പന്റെ ഭാര്യയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയായ ശ്രീജ നെയ്യാറ്റിൻകര ഇങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ശ്രീജയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. കേരള DGPക്ക് റെയ്ഹാന സിദ്ദിഖ് കാപ്പൻ പരാതി നൽകിയിരിക്കുകയാണ്. UPയിലെ ഹത്രാസിൽ സവർണ ഭീകരരാൽ ബലാത്സംഗത്തിന് ഇരയായി കൊല ചെയ്യപ്പെട്ട ദലിത് പെൺകുട്ടിയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന് യോഗി ഭീകരന്റെ പോലീസ് അന്യായമായി തട്ടിക്കൊണ്ടുപോയി UAPA എന്ന ഭീകര നിയമം ചാർത്തി 2.5 വർഷക്കാലമാണ് ജയിലിലിട്ട് പീഡിപ്പിച്ചത്. ആ സിദ്ദിഖ് കാപ്പന്റെ ഭാര്യ റെയ്ഹാന സിദ്ദിഖ് കാപ്പൻ തങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉറപ്പുവരുത്തണമെന്നും തനിക്കും കുടുംബത്തിനും അന്തസ്സോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള അവകാശം കേരള പോലീസ് ഹനിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. UAPA കേസിൽ ജാമ്യം ലഭിച്ച് 2 വർഷങ്ങളായി നാട്ടിലുള്ള സിദ്ദിഖ് കാപ്പന്റെ വീട്ടിലേക്ക് ഏപ്രിൽ 12-നാണ് മലപ്പുറം വേങ്ങര പോലീസ് സ്റ്റേഷനുകളിലെ പോലീസ് എത്തി പാതിരായ്ക്ക് വീട്ടിൽ പോലീസ് അന്വേഷണത്തിന് വരും എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. ഒരു രാത്രി മുഴുവൻ ആ കുടുംബത്തിന് അസ്വസ്ഥതയോടെ കഴിയേണ്ടി വന്നത് കേരളം കണ്ടതാണ്. മാധ്യമങ്ങളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും അന്വേഷണത്തോട് അതൊരു സ്വാഭാവിക എൻക്വയറി എന്ന് പ്രതികരിച്ചാണ് പോലീസ് തടി തപ്പിയത്. പാതിരേക്കാണോ പോലീസ് എൻക്വയറി എന്ന ചോദ്യത്തിന് പക്ഷേ പോലീസിന് മറുപടിയില്ല. ഈ സാഹചര്യത്തിലാണ് റെയ്ഹാന കേരള DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. അന്തസ്സോടെയും മനസമാധാനത്തോടെയും ജീവിക്കാനുള്ള അവകാശം മാത്രമാണ് അവർ ആ പരാതിയിലൂടെ ആവശ്യപ്പെടുന്നത്. 2.5 വർഷങ്ങൾ ആ കുടുംബത്തിന്റെ മനസമാധാനം മുഴുവൻ തകർത്ത് അവരെ മുൾമുനയിൽ നിർത്തി വേട്ടയാടിയത് UP പോലീസാണ്, അഥവാ ഹിന്ദുത്വ ഫാസിസമാണ്. ജാമ്യം ലഭിച്ച നാട്ടിലെത്തിയ സിദ്ദിഖ് കാപ്പൻ ഈ നിമിഷം വരെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ നേർക്ക് കേരള പോലീസ് പാതിരാ തിട്ടൂരങ്ങളുമായി ചെന്ന് അവരെ വീണ്ടും ദുരന്തങ്ങളിലേക്ക് തള്ളിവിടാൻ നിൽക്കരുത്. അവരുടെ മനസമാധാനത്തെ കെടുത്തരുത്. പരാതിക്ക് പരിഹാരം കാണാൻ DGPക്ക് കഴിയണം എന്നാണ് ശ്രീജ നെയ്യാറ്റിൻകര തന്റെ പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാപ്പനെക്കുറിച്ച് പട്ടികജാതി പിന്നാക്ക വിഭാഗങ്ങളെ മനഃപൂർവ്വം ഇളക്കിവിട്ട് നാട്ടിൽ നിലനിൽക്കുന്ന സമാധാനവും ശാന്തിയും തകർക്കാനായിരുന്നു കാപ്പന്റെ നീക്കമെന്ന് UP പോലീസ് ആരോപിക്കുന്നു. കാപ്പൻ ഇസ്ലാമിക ഭീകര സംഘടനകളുമായി രഹസ്യബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകനാണെന്നും സൂചനകൾ ഉണ്ട്. UAPA ചുമത്തിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാവിനെതിരെ ഗൗരവതരമായ കുറ്റങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരുന്നതാണ്. 5000 പേജുള്ള കുറ്റപത്രത്തിൽ സിമിയുടെ മുൻ അഖിലേന്ത്യാ നേതാക്കളുമായി സിദ്ദിഖ് കാപ്പൻ അടുത്ത് പ്രവർത്തിച്ചതിന്റെ രേഖകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി മാധ്യമ സമൂഹത്തിലും അധികാര കേന്ദ്രങ്ങളിലും ബന്ധങ്ങൾ സ്ഥാപിക്കലും ലൈസൻ ജോലിയുമാണ് കാപ്പൻ ചെയ്തിരുന്നത്. ഇതിനായി സ്വതന്ത്ര മാധ്യമ പ്രവർത്തകന്റെ റോൾ ഉപയോഗിച്ചു. ദില്ലിയിലെ വിവിധ മന്ത്രാലയങ്ങളിലും അഭിഭാഷകരിലും മുതിർന്ന മാധ്യമ പ്രവർത്തകരിലും ബിസിനസ്സുകാരിലും രാജ്യാന്തര സംഘടനകളിലും പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ബന്ധങ്ങൾ സ്ഥാപിച്ച് സംഘടനാ ലക്ഷ്യം നടപ്പാക്കുകയായിരുന്നു കാപ്പൻ ചെയ്തത് എന്ന് UP പോലീസ് വിശദീകരിച്ചിരുന്നു. രാജ്യാന്തര തലത്തിൽ ഫണ്ട് പിരിവുമായും കാപ്പന് ബന്ധമുണ്ടെന്ന രേഖകൾ കോടതിക്ക് മുന്നിലുണ്ട്. ഇതൊക്കെയാണ് UP പോലീസ് കാപ്പനുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ നൽകിയിരുന്ന വിശദീകരണം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.